പാനമ കനാൽ ഞങ്ങൾക്ക് വേണം എന്ന് ട്രംപ് പറഞ്ഞു. തന്നില്ലെങ്കിൽ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു. പാനമ പ്രസിഡന്റ് അപ്പോൾ പറഞ്ഞു ഒരു കാരണവശാലും പാനമ കനാൽ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ട്രംപ് അപ്പോൾ പറഞ്ഞ മറുപടി അറിയാമോ? കാണിച്ചു തരാം എന്ന് പറഞ്ഞു. കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് പാനമ കനാലിൻ്റെ ആ ചിത്രം, അമേരിക്കൻ കൊടി പറക്കുന്ന പാനമ കനാലിൻ്റെ ചിത്രം കഴിഞ്ഞ ദിവസമാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ആദ്യമേ പാനമ കനാലിൻ്റെ കാര്യം പറയാതെ ഇസ്രയേൽ എന്തുകൊണ്ട് ഗാസയെ സമ്പൂർണ്ണമായി ആധിപത്യത്തിലാക്കാൻ ശ്രമിച്ചു എന്നതിൻ്റെ സാമ്പത്തികമായ ഒരു വശത്തിൻ്റെ ഉത്തരം പറയാൻ പറ്റില്ല. പൊളിറ്റിക്സ് നമുക്കറിയാം. ഇസ്രയേലിൻ്റെ ഭൂമിയാണ് ഗാസ. ആ ഗാസയിൽ നിന്നാണ് ഇസ്രയേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് ഹമാസിനെ മുഴുവൻ തുടച്ചു നീക്കണം, എന്നിട്ട് അത് ഞങ്ങളുടെ ഭൂമിയാക്കണം, സമ്പൂർണ്ണമായി ഞങ്ങളുടെ ഭൂമിയാക്കണം. പിന്നെ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള പോലെ, ബൈബിളിൽ പറഞ്ഞിട്ടുള്ള പോലെ ഗാസയെ കല്ലോട് കല്ല് ചേർക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കല്ലോട് കല്ല് ചേർക്കണം, അത് ദൈവനിയോഗമാണെന്ന് ഇസ്രയേലികൾ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി അവിടെ ഗാസയിൽ നിന്ന് എല്ലാവരും അടിച്ച് പുറത്താക്കിയിട്ട് അവിടെ ഇസ്രയേലി കോളനികൾ ഉണ്ടാക്കാൻ പോവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.